ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അപ്പം. അപ്പോൾ ഇന്ന് നമ്മളൊരു എ ഡേ ഇൻ ഹോം ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ തിരപ്പരം നടക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിശ്വസിക്കും. അപ്പോൾ ഗൈസ്, ഞാനിപ്പം കുറച്ച് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഞാനിപ്പോൾ ഈ കണ്ണൊക്കെ എഴുതിയത് എന്തിനാന്ന് വെച്ചാൽ വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ വീട്ടിലിങ്ങനെയൊന്നുമല്ല, അങ്ങനെയല്ല, കുറച്ച് വൃത്തി ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു സോങ് കവർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ പറഞ്ഞത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തേൻ കിട്ടിയെന്ന്. അപ്പോൾ രാവിലെ പപ്പയും പിന്നെ ശങ്കരേട്ടനും നമ്മുടെ ഇവിടെ പണിക്ക് വന്ന ചേട്ടനാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് വിറക് കൊത്താൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു ചെറിയ കുഴിയിൽ നിന്ന് തേൻ കിട്ടിയെന്ന് പറഞ്ഞു. അവരത് എടുത്ത് തീർക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം, കാരണം എനിക്ക് നോക്കണ്ടേ. ഗൈസ്, തീർന്നാ വലിയൊരു നിമിഷം. കടപ്പ് പോലെ ഇതിന് മുമ്പൂടി ഉണ്ടോ? ഇതൊക്കെ തേനാണ്ടത്. അതതിനകത്ത് വെച്ചാലോ തേന ആയിക്കോളൂല്ലേ? ഇത് പോയില്ലേ, നീ പോയിട്ടില്ലേ? കഴിഞ്ഞു പോയി തേന അല്ല പൂമ്പൊടി. പൂമ്പൊടി ഇത് തിന്നാൻ പറ്റുമോ? അങ്ങോട്ട് എടുക്കുക, ഏതായാലും അത് കൊണ്ട് വെക്കാം. അടയുണ്ടെങ്കിൽ പിന്നെ റാണി വേണം. ഇല്ല, അടുത്താലും വരി ഇത്. വീട്ടിലോട്ട് പോണ നമ്മൾ തേൻ എടുത്ത് കഴിഞ്ഞു. ഞാൻ വന്നപ്പോഴത്തേക്കും പകുതിയും പറിച്ചല്ല എടുത്ത് കഴിഞ്ഞു. നമുക്ക് 1 ലിറ്റർ തേൻ കിട്ടുന്നതാണ്. ഓക്കെ, ഇതിപ്പം വെയിലത്ത് ഈച്ച പോകാൻ വേണ്ടി ഉണക്കാൻ വെച്ചേക്കാണ്. ഹേ ഗായ്സ്, അപ്പം ഞാൻ തേനൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ചൊക്കെ സഹായിച്ചു. ഓക്കെ, അവർ തേനെടുത്തിട്ട് ഇപ്പോൾ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഈച്ചയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ഈച്ചയുണ്ട്. നമ്മുടെ വീടിൻ്റെ മുകളിൽ ചെറുതേൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം ഇങ്ങനെ പിടിച്ച് വരുന്നുള്ളൂ. ഇപ്പോൾ 2-3 പ്രാവശ്യം ഞങ്ങൾ തുറന്ന് നോക്കിയായിരുന്നു, അപ്പം ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഇങ്ങനെ തേൻ കിട്ടാതെ നിൽക്കായിരുന്നു. ഇപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടി. ഓൾമോസ്റ്റ് 1 ലിറ്ററോളം തേനുണ്ടെന്നാണ് പപ്പ പറഞ്ഞത്. ഇനിയിപ്പോൾ അതെടുക്കുന്ന സമയത്ത് പോയി നിൽക്കണം. അമ്മ പറഞ്ഞില്ലാതെ ഞാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ട് ഇങ്ങനെ തലയൊക്കെ കെട്ടി നിൽക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് വലിയൊരു സാധനം എന്താ അവർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ പോയിട്ട് പുകയൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്നപ്പോഴത്തേക്കും തേനെടുക്കുകയാണ്. ഇത് നമ്മൾ ചിക്കൻ
നമ്മൾ തേനിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി നമ്മൾ അത് സെറ്റാക്കി സേഫാക്കി നമ്മൾ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ 8 ഡേ ഇൻ ഹോം ബൈ.